ഭീകരാക്രമണം NIA കുറ്റപത്രത്തിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. 2025 ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ ബൈസരൻ താഴ്വരയിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സമയരേഖ വിശദീകരിക്കുന്ന 1597 പേജുള്ള സമഗ്രമായ കുറ്റപത്രം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സമർപ്പിച്ചു. ഈ ആക്രമണത്തിൽ 26 സാധാരണക്കാർ, അതായത് 25 വിനോദസഞ്ചാരികളും ഒരു പ്രാദേശിക പോണി ഓപ്പറേറ്ററും കൊല്ലപ്പെട്ടിരുന്നു. 3 ഭീകരർ 26 പേരെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് ഒരു മരത്തിന് താഴെയിരുന്ന് ഉച്ചഭക്ഷണം കഴിച്ചതായി NDTV പ്രസിദ്ധീകരിച്ച കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ പറയുന്നു. പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ലഷ്കർ-ഇ-തോയ്ബ, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നീ സംഘടനകൾ ആസൂത്രണം ചെയ്ത അതിർത്തി കടന്നുള്ള ഗൂഢാലോചനയുടെ സംഭവങ്ങളുടെ വിശദമായ ക്രമം കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഏപ്രിൽ 21 വൈകുന്നേരം 5 മണി ഫൈസൽ ജാട്ട് എന്ന സുലൈമാൻ ഷാ, ഹബീബ് താഹിർ എന്ന ജിബ്രാൻ ഹംസ അഫ്ഗാനി എന്നിവരായി തിരിച്ചറിഞ്ഞ 3 പാക് ഭീകരർ ദൂരയാത്രയ്ക്ക് ശേഷം വെള്ളവും അഭയവും ആവശ്യപ്പെട്ട് പ്രാദേശിക നിവാസിയായ പർവേസ് അഹമ്മദിന്റെ ഷെഡിലെത്തി. എന്റെ മാമ ബഷീർ അഹമ്മദ് ജോദാർ നടന്നുവെന്ന് ഞങ്ങളോട് നിശബ്ദരായിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം പുറത്തുപോയി ഒരു നിമിഷത്തിനുള്ളിൽ തിരിച്ചെത്തി. തോക്കുകളുമായി 3 പുരുഷന്മാർ അദ്ദേഹത്തെ പിന്തുടർന്നു. ആയുധധാരികൾ ഡോക്കിനുള്ളിൽ ഇരുന്നു. വളരെ ക്ഷീണിതരും ദാഹിച്ചവരുമാണെന്നും ദൂരം സഞ്ചരിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് വെള്ളം നൽകാൻ എന്നോട് ആവശ്യപ്പെട്ടുവെന്നും NDTV ഉദ്ധരിച്ച NIA കുറ്റപത്രം പ്രകാരം ബൈസരൻ താഴ്വരയിൽ പോണി സർവീസ് ഓപ്പറേറ്റ് ചെയ്തിരുന്ന പർവേസ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. 3 ഭീകരർക്ക് അഭയം നൽകിയതിന് പർവേസിനെയും ജോദാറിനെയും ജൂൺ 22-ന് അറസ്റ്റ് ചെയ്തു. ഏപ്രിൽ 22 ഒരു മരത്തിന് കീഴെ ഉച്ചഭക്ഷണം. ബൈസരൻ താഴ്വരയിലെ പാർക്കിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ആക്രമണകാരികൾ പുൽമേട്ടിലെ ഒരു മരത്തിന് കീഴിലിരുന്ന് ഉച്ചഭക്ഷണം കഴിച്ചു. അവർ അവരുടെ ബാഗുകളിൽ നിന്നും പുതപ്പുകൾ എടുത്ത് സ്വയം മൂടുകയും ആയുധങ്ങൾ മറയ്ക്കുകയും ചെയ്തു. ഭീകരരിൽ 2 പേർ വിനോദസഞ്ചാരികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും താഴ്വരയിലെ പുൽമേട്ടിലെ കോർഡിനേറ്റുകൾ രേഖപ്പെടുത്താനും സമീപത്തുള്ള ഒരു അരുവിയുടെ അടുത്തേക്ക് പോയി. അവരുടെ പ്രധാന ബാഗുകൾ ഉപേക്ഷിക്കാൻ മടങ്ങിയെത്തിയ ശേഷം അവർ പാർക്കിന്റെ വേലിക്കെട്ടിനിടയിലൂടെ മുന്നോട്ട് നീങ്ങി. ഒരാൾ കൊലപാതകങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഹെൽമെറ്റിൽ ഗോപ്രോ ആക്ഷൻ ക്യാമറ ഘടിപ്പിച്ചിരുന്നു. 2 ഭീകരർ പൊതു സൗകര്യങ്ങൾക്ക് സമീപമുള്ള പ്രധാന പ്രവേശന കവാടത്തിലേക്ക് നീങ്ങിയപ്പോൾ 3-മൻ ടൂറിസ്റ്റ് സിപ്പ് ലൈനിന്റെ അറ്റത്ത് നിലയുറപ്പിച്ചു. രക്ഷപ്പെടുന്നത് തടയുന്നതിനായി പുൽമേട്ടിൽ ഒരു അടഞ്ഞ മേഖല സൃഷ്ടിക്കുന്നതിന് അവർ ബോധപൂർവം ഈ സ്ഥാനങ്ങൾ ക്രമീകരിച്ചു. ഉച്ചയ്ക്ക് 2:23 ആദ്യ വെടിയുതിർക്കൽ. M4 കാർബൈൻ റൈഫിളിൽ നിന്നാണ് ആദ്യ വെടിയുതിർത്തത്. നിമിഷങ്ങൾക്കകം മറ്റു 2 ഭീകരരും പ്രാദേശിക ഭക്ഷണ സ്റ്റാളുകൾക്ക് സമീപത്തും ചെരിഞ്ഞ കുന്നിന്റെ ഭാഗത്തും AK-47 റൈഫിളുകൾ ഉപയോഗിച്ച് വെടിയുതിർത്തു. ഭീകരർ പരിഭ്രാന്തരായ ജനക്കൂട്ടത്തെ ഓടിച്ചു. കലിമ ചൊല്ലാൻ കഴിയാത്തവരെ വ്യവസ്ഥാപിതമായി വധിച്ചു. പ്രാദേശിക പോണി ഓപ്പറേറ്റർ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ വിനോദസഞ്ചാരികളെ സംരക്ഷിക്കാൻ ഒരു തോക്ക് പിടിച്ചുമാറ്റാൻ ധൈര്യപൂർവ്വം ശ്രമിക്കുന്നതിനിടയിൽ വെടിയേറ്റ് മരിച്ചു. വനത്തിലേക്ക് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ മരങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന 3 സാധാരണക്കാരെ അടുത്തുവെച്ചവർ വെടിവെച്ചു. പാർക്ക് അതിർത്തി വിട്ട് പുറത്തു കടന്നപ്പോൾ അവർ വിജയാഘോഷത്തിന്റെ ഭാഗമായി ആകാശത്തേക്ക് നിരവധി തവണ വെടിയുതിർത്തു. കുറ്റപത്രത്തിൽ പറയുന്നതനുസരിച്ച് യാതൊരു പശ്ചാത്താപവും ഇല്ലാതെയാണ് അവർ ഇതൊക്കെ ചെയ്തത്. NDTV പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം 3 ഭീകരരെയും ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇന്ത്യൻ സേന വധിച്ചു. ഭീകര ലോഞ്ച് പാഡുകൾക്കെതിരെ അതിർത്തി കടന്നുള്ള ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക തിരിച്ചടിയും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്നിരുന്നാലും ഇനി ഉച്ചയ്ക്ക് 2:23 ആദ്യ വെടിയുതിർത്തൽ. M4 കാർബൈൻ റൈഫിളിൽ നിന്നാണ് ആദ്യ വെടിയുതിർത്തത്. നിമിഷങ്ങൾക്കകം മറ്റു 2 ഭീകരരും പ്രാദേശിക ഭക്ഷണ സ്റ്റാളുകൾക്ക് സമീപത്തും ചെരിഞ്ഞ കുന്നിന്റെ ഭാഗത്തും AK-47 റൈഫിളുകൾ ഉപയോഗിച്ച് വെടിയുതിർത്തു. ഭീകരർ പരിഭ്രാന്തരായ ജനക്കൂട്ടത്തെ ഓടിച്ചു. കലിമ ചൊല്ലാൻ കഴിയാത്തവരെ വ്യവസ്ഥാപിതമായി വധിച്ചു. പ്രാദേശിക പോണി ഓപ്പറേറ്റർ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ വിനോദസഞ്ചാരികളെ സംരക്ഷിക്കാൻ ഒരു തോക്ക് പിടിച്ചുമാറ്റാൻ ധൈര്യപൂർവ്വം ശ്രമിക്കുന്നതിനിടയിൽ വെടിയേറ്റ് മരിച്ചു. വനത്തിലേക്കൂടെ രക്ഷപ്പെടുന്നതിനിടയിൽ മരങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന 3 സാധാരണക്കാരെ അടുത്തുവെച്ചവർ വെടിവെച്ചു. പാർക്ക് അതിർത്തി വിട്ട് പുറത്തു കടന്നപ്പോൾ അവർ വിജയാഘോഷത്തിന്റെ ഭാഗമായി ആകാശത്തേക്ക് നിരവധി തവണ വെടിയുതിർത്തു. കുറ്റപത്രത്തിൽ പറയുന്നതനുസരിച്ച് യാതൊരു പശ്ചാത്താപവും ഇല്ലാതെയാണ് അവർ ഇതൊക്കെ ചെയ്തതെന്ന് NDTV പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം 3 ഭീകരെയും ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇന്ത്യൻ സേന വധിച്ചു. ഭീകര ലോഞ്ച് പാഡുകൾക്കെതിരെ അതിർത്തി കടന്നുള്ള ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക തിരിച്ചടിയും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്നിരുന്നാലും ഇനി പാകിസ്ഥാനിൽ നിന്നൊരു ആക്രമണം ഉണ്ടായാൽ ആ രാജ്യത്തെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.